ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മോളിക്കുലാർ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സെഗ്മെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. RNAs അഥവാ റൈബോസോമൽ RNAs. ഒരു സെല്ലിലെ നോൺ കോഡിംഗ് ആയിട്ടുള്ള RNA കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് RNA. നമുക്കറിയാമല്ലോ, mRNA അഥവാ മെസഞ്ചർ RNA എന്ന് പറയുന്നത് കോഡിംഗ് ആയിട്ടുള്ള ഒരു RNA ആണ്. അതായത് നമുക്ക് ആ mRNAയിൽ നിന്നും ഇൻഫർമേഷനെ പ്രോട്ടീൻ ആക്കി മാറ്റാൻ സാധിക്കും. അതേസമയം tRNA, rRNA മുതലായവയൊക്കെ നോൺ കോഡിംഗ് RNAs ആണ്. അതായത് അവരെ ഒരിക്കലും നമ്മൾ പ്രോട്ടീൻ ആക്കി മാറ്റാറില്ല. അവർക്ക് മറ്റ് ചില ഫങ്ഷൻസ് ആണ് ഉള്ളത്. അത്തരത്തിലുള്ളൊരു ആളാണ് rRNA അഥവാ റൈബോസോമൽ RNA. റൈബോസോമൽ ആയിട്ടുള്ള യൂണിറ്റുകൾ, സബ് യൂണിറ്റുകൾ, റൈബോസോം എന്ന് പറയുന്ന സെൽ ഓർഗണലിന്റെ സബ് യൂണിറ്റുകളിൽ കാണപ്പെടുന്ന RNAs ആണ് rRNAs. നമുക്കറിയാമല്ലോ, ഈ rRNAകളും പ്രോട്ടീനുകളും കൂടെ ചേർന്നാണ് നമ്മുടെ റൈബോസോമൽ സബ് യൂണിറ്റ്സ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില RNAസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ക്ലാസ് കാണുക, കാരണം ഇതിന്റെ അകത്ത് നിന്നും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പ്രോകാരിയോട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ്. പ്രോകാരിയോട്ടുകളുടെ റൈബോസോമുകളുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. 70S റൈബോസോമാണ്. കൂട്ടുകാരെ, ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ സ്വെഡ്ബർഗ് യൂണിറ്റ് എന്നാണ്. അതായത് നമ്മുടെ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഓർഗണൽ അതിന്റെ സെഡിമെന്റേഷന്റെ വേഗതയും മറ്റ് ഫാക്ടേഴ്സും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു യൂണിറ്റ് ആണ് സ്വെഡ്ബർഗ് യൂണിറ്റ്. അപ്പൊ പ്രോകാരിയോട്ടുകളിൽ 70S റൈബോസോമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഈ 70S റൈബോസോമിൽ ഒരു ലാർജർ സബ് യൂണിറ്റ് ഉണ്ടാകും, ഒരു സ്മോളർ സബ് യൂണിറ്റും ഉണ്ടാകും, അല്ലെ? സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 30S റൈബോസോം അല്ലെങ്കിൽ 30S സബ് യൂണിറ്റ് എന്ന് നമുക്ക് വിളിക്കാം. ലാർജർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 50S എന്ന് പറയുന്ന ഒരു സബ് യൂണിറ്റ് ആണ്. അപ്പോൾ 50 + 30 80 അല്ലേ എന്ന് ദയവേത് നിങ്ങൾ ചോദിക്കരുത്. ഇത് അഡിറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ അല്ല ഈ 70 എന്ന് പറയുന്നത്. കാരണം ഇൻഡിവിജ്വൽ യൂണിറ്റുകൾ എത്ര വേഗത്തിൽ സെഡിമെന്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് 50 എന്നും 30 എന്നുമുള്ള ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പ്രോകാരിയോട്സിലെ 70S റൈബോസോമിന് 2 സബ് യൂണിറ്റുകളാണുള്ളത്. 30S സ്മോളർ സബ് യൂണിറ്റ്, 50S ലാർജർ സബ് യൂണിറ്റ്. ഇനി നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന ഈ RNA എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതിന്റെ അകത്ത് എവിടെയാണ് വരുന്നത്? ഈ ലാർജർ സബ് യൂണിറ്റിലും സ്മോളർ സബ് യൂണിറ്റിലും ഈ പറയുന്ന RNAs ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വച്ചിരിക്കുക. നമ്മുടെ പരീക്ഷയിൽ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 30S സ്മോളർ സബ് യൂണിറ്റിൽ കാണപ്പെടുന്ന ആ പ്രധാനപ്പെട്ട RNA എന്ന് പറയുന്നത് 16S RNA ആണ്. കുട്ടികളെ, 16S RNA എന്ന് പറയുന്ന ഈ സബ് യൂണിറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാവോ? പ്രോകാരിയോട്സിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ റൈബോസോമിന്റെ സ്മോളർ സബ് യൂണിറ്റിലെ ഈ 16S RNA ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ mRNAയിലെ ഷൈൻ ഡൽഗാർനോ സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. കുട്ടികളെ, എന്താണ് ഷൈൻ ഡൽഗാർനോ സീക്വൻസ്? അതായത് mRNAയുടെ ആ പ്രൊമോട്ടറിന്റെ ഏകദേശം അപ്സ്ട്രീമിൽ കാണപ്പെടുന്ന ഒരു സീക്വൻസ് ആണ് ഈ പറയുന്ന ഷൈൻ ഡൽഗാർനോ സീക്വൻസ്. ഈ സീക്വൻസിനെ നമ്മുടെ ഈ സ്മോളർ സബ് യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്താൽ, നമ്മുടെ എന്ന് പറയുന്നത് പ്രോകാരിയോട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ 16S RNA ഉപയോഗിച്ചിട്ടാണ് ഈ സ്മോളർ സബ് യൂണിറ്റ് ഈ ഷൈൻ ഡൽഗാർനോ സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. സോ ഇത് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു RNA ആണ് നമ്മുടെ ഈ 16S RNA. അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ആരെയാണ്? ഷൈൻ ഡൽഗാർനോ സീക്വൻസിനെയാണ് എന്ന് നമ്മുടെ കൂട്ടുകാരെ മറന്നു പോകരുത്. അത് നമ്മുടെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പൊ പ്രോകാരിയോട്സിലെ 30s സബ് യൂണിറ്റിലെ RNA എന്ന് പറയുന്നത് 16s RNA ആണ്. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ 50s ലാർജർ സബ് യൂണിറ്റിലെ RNA ഏതൊക്കെയാണ്? ഒന്ന് 23s RNA, രണ്ട് 5s RNA. അതായത് 50s എന്ന് പറയുന്ന സബ് യൂണിറ്റിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് RNA ആണ് 23s RNA, അതോടൊപ്പം തന്നെ 5s RNA. അപ്പോ നിങ്ങൾ ഓർത്തു വയ്ക്കുക, പ്രോകാരിയോട്സിന്റെ കേസിലെ സ്മോളർ സബ് യൂണിറ്റിലും ലാർജർ സബ് യൂണിറ്റിലും വന്നിരിക്കുന്ന RNAs ഏതാണ് എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ പരീക്ഷയിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ യൂക്യാരിയോട്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളിലെ പ്രത്യേകത എന്താണ്? അവരുടെ റൈബോസോം എന്ന് പറയുന്നത് 80s റൈബോസോം ആണ് എന്ന് നമുക്കറിയാം, അല്ലെ? 80sന് സ്വാഭാവികമായിട്ടും ഒരു സ്മോളർ സബ് യൂണിറ്റും ലാർജർ സബ് യൂണിറ്റും ഉണ്ടാകും. 80sന്റെ സ്മോളർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 40s സബ് യൂണിറ്റ് ആണ്. ലാർജർ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 60s സബ് യൂണിറ്റ് ആണ്. ഓർക്കുക, അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇതിലെ 40s എന്ന് പറയുന്ന സ്മോളർ സബ് യൂണിറ്റിന്റെ RNA ഏതാണ്? നമ്മുടെ പ്രോകാരിയോട്സിലെ സ്മോളർ സബ് യൂണിറ്റിന്റെ RNA 16s അല്ലായിരുന്നോ? ആ 16ന്റെ RNA നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് 8 ആക്കിക്കേ. 40s എന്ന് പറയുന്ന സബ് യൂണിറ്റിൽ ഉള്ള RNA എന്ന് പറയുന്നത് 18s RNA ആണ്. ക്ലിയർ? പ്രോകാരിയോട്സിലെ സ്മോളർ സബ് യൂണിറ്റിൽ 16s RNA ആയിരുന്നു. യൂകാരിയോട്സിലെ സ്മോളർ സബ് യൂണിറ്റിൽ 18s RNA ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ലാർജർ സബ് യൂണിറ്റ് 60s എന്ന് പറയുന്ന സബ് യൂണിറ്റിൽ ഏതൊക്കെ RNA ആണ് വരുന്നത്? ഇവിടെ 3 RNA ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട 5s RNA, അതിനുശേഷം 23 എന്ന് നമ്മൾ മുമ്പ് പഠിച്ചില്ലേ, ആ 3യെ ഒന്ന് 8 ആക്കിക്കോ, 28s RNA. പിന്നെ 5ന്റെ കൂട്ടത്തിൽ ഒരു 8 കൂടെ കേട്ടോ, 58 അല്ല, 5.8s RNA. ഇങ്ങനെ 3 എണ്ണമാണ് ഇവിടുത്തെ ലാർജർ സബ് യൂണിറ്റിലുള്ളത്. ഏതൊക്കെയാണ്? 5s RNA, 28s RNA, അതോടൊപ്പം തന്നെ 5.8s RNA. ഇവന്മാര് 3 പേരും കൂടെ ചേർന്നാൽ നമ്മുടെ ആ 60s ലാർജർ സബ് യൂണിറ്റ് യൂകാരിയോട്സിലെ RNAകൾ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ RNAകൾ മാത്രമല്ല കേട്ടോ, ഇവരുടെ ഇടയിൽ പ്രോട്ടീൻസിന്റെ ഇടപെടലുണ്ട്. അപ്പോ ഈ പറയുന്ന പ്രോകാരിയോട്സിലെയും യൂകാരിയോട്സിലെയും റൈബോസോമിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ സബ് യൂണിറ്റുകളുടെ പ്രത്യേകത എന്താണ്? ആ സബ് യൂണിറ്റിലെ RNAs ഏതൊക്കെയാണ് എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. കാരണം സ്ട്രെയിറ്റ് ഈ സെഗ്മെന്റിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും എഴുതാറില്ല. കാരണം അവര് ഈ പറയുന്ന സെഗ്മെന്റ് പഠിക്കാതെയാണ് പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഈ RNAs എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ HSA നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ HSA നാച്ചുറൽ സയൻസിന്റെ പെയ്ഡ് ബാച്ച് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൈപ്രപ്പിന്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ഉള്ളിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അതിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു വലിയ ഒരു ടീമിന്റെ ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണമുണ്ടാകും. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.